വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയമാണ്. വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ, റിട്ടൺ ബൈ ലീ മൊക്കോബെ. ലീ മൊക്കോബെ ഈസ് ആൻ അവാർഡ് വിന്നിംഗ് സ്ലം പോയിറ്റ്. ലീ മൊക്കോബെ ഒരു അവാർഡ് വിന്നിംഗ് സ്ലം പോയിറ്റാണ്. സ്ലം പോയിറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം കവിതകൾ കോമ്പറ്റീഷന് വേണ്ടി പാടുന്ന കവികളാണ് സ്ലം പോയിറ്റ്. ആൻഡ് ഓൾസോ ഫൗണ്ടർ ഓഫ് വോക്കൽ റെവല്യൂഷണറീസ്. വോക്കൽ റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞത് ഒരു ടീം നെയിമാണ് ഇൻ സൗത്ത് ആഫ്രിക്ക. ദാറ്റ് മീൻസ് എ വോളണ്ടിയർ റൺ ലിറ്റററി ഓർഗനൈസേഷൻ ഫോക്കസ്ഡ് ഓൺ എംപവറിംഗ് ദ യൂത്ത് ഓഫ് സൗത്ത് ആഫ്രിക്ക ടു ഫൈൻഡ് ദെയർ വോയിസ് ത്രൂ ആർട്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് എംപവറിംഗ് ദ യൂത്ത്, യൂത്തിനെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓർഗനൈസേഷനാണ് വോക്കൽ റെവല്യൂഷണറീസ്. 2015 ലീ മൊക്കോബെ കെയിം ഔട്ട് ആസ് ആൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് പുറത്തു വന്നത് 2015. ലീ മൊക്കോബെ ഹാസ് ബീൻ എ ടെഡ് ഫെലോ സിൻസ് 2015. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ലം പോയറ്റാണ്, അതുപോലെ തന്നെ ടെഡ് ഫെലോ. ഈ പോയം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. is about the history of one's gender expression. നമുക്കറിയാം, ട്രാൻസ്ജെൻഡർ ആവുമ്പോൾ ഒരു ഫിക്സ്ഡ് ജെൻഡർ അല്ല, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒരു പക്ഷേ നമ്മൾ കാണുമ്പോൾ മെയിലാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മെയിലായിട്ട് തോന്നും, എന്നാൽ അതിന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ബട്ട് ഫീമെയിലായിട്ട് തോന്നുന്നതിന് മസ്കുലിൻ ക്യാരക്ടേഴ്സ്, മെയിലിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന ആ ടൈമിൽ ഫേസ് ചെയ്ത കുറച്ച് പ്രയാസങ്ങളും മറ്റുമാണ് ഇതിൽ മൊക്കോബെ പറയുന്നത്. പിന്നെ അതിൽ ഫസ്റ്റ് ആയിട്ട് എങ്ങനെ പോയിന്റ് തുടങ്ങുന്നത്, ദ ഫസ്റ്റ് ടൈം ഐ അട്ടേർഡ് എ പ്രെയർ വാസ് ഇൻ എ ഗ്ലാസ് സ്ട്രെയിൻ കത്തീഡ്രൽ. അതായത് ഗോഡിനോട് ഇങ്ങനെ മനസ്സിലാക്കുക, ഗോഡിനോട് ചോദിക്കുകയാണ് നമുക്കൊരു ജെൻഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇരിക്കണ ആ ഒരു ഇതൊക്കെയാണ് അതിൽ പറയണത്. ഐ വാസ് നീലിംഗ് ലോങ് ആഫ്റ്റർ ദ കോൺഗ്രിഗേഷൻ വാസ് ഓൺ ഇറ്റ്സ് ഫീറ്റ്, ഡിപ്പ് ബോത്ത് ഹാൻഡ്സ് ഇൻ ടു ഹോളി വാട്ടർ, ട്രേസ് ദ ട്രിനിറ്റി അക്രോസ് മൈ ചെസ്റ്റ്, മൈ ടൈനി ബോഡി ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഒരു സിംപ്ലിയാണ് കേട്ടോ, മൈ ടൈനി ബോഡി ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ആ ദൈവത്തിനോട് ചോദിക്കണ ആ ടൈമിലുള്ള ആ ഒരു ഇതാണ് അവിടെ ആ ഒരു ലൈൻസിൽ പറയണത്. എന്തിനാണ്? ടു ഫിക്സ് മീ, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ജെൻഡറിന് വേണ്ടിയിട്ട്. പക്ഷേ ഹി ഡിഡ് നോട്ട് ആൻസർ, ഒരു ആൻസറൊന്നും ഗോഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ല. പിന്നെ അതിൽ പറയുന്നത്, പിന്നെ അവിടെ ഇതേപോലെ ഒരു സിമിലി പറയുന്നുണ്ട്, ഐ ബിഫ്രണ്ടഡ് സൈലൻസ് ഇൻ ദ ഹോപ്സ് ദാറ്റ് മൈ സിൻ വുഡ് ബേൺ ആൻഡ് സോ മൈ മൗത്ത് വുഡ് ഡിസോൾവ് ലൈക്ക് ഷുഗർ ഓൺ ടങ്. പിന്നെ അതിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിരുന്നു എന്ത്, മൈ മദർ ടോൾഡ് മീ ഓഫ് ദ മിറാക്കിൾ ഐ വാസ് സെഡ് ഐ കുഡ് ഗ്രോ അപ്പ് ടു ബി എനിത്തിങ് ഐ വാണ്ട്. നിനക്കിഷ്ടമുള്ളൊരു ജെൻഡർ തിരഞ്ഞെടുക്കാം, മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അങ്ങനെ ഗ്രോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നതിൽ പറയുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം ഹി ഡിസൈഡഡ് ടു ബി എ ബോയ്. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്തത് ബോയ് ആയിട്ടാണ്. കാരണം അദ്ദേഹത്തിന് തോന്നി എന്നെ കാണാൻ കുറച്ചും കൂടി ബോയ് ആയിട്ടാണ് കുറച്ചും കൂടി സ്യൂട്ട്, അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ബി എ ബോയ്. ബിക്കോസ് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് വാസ് ക്യൂട്ട്, ഐ ഹാഡ് സ്നാപ്പ് ബാക്ക്, ടൂത്ത്ലെസ് ഗ്രീൻ, യൂസ്ഡ് സ്കിൻ നീസ് ആസ് സ്ട്രീറ്റ് ഗേൾ. അങ്ങനെയൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, ദ വിന്നർ ടു എ ഗെയിം ദ അതർ കിഡ്സ് കുഡിൻ പ്ലേ. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് കളിക്കാൻ കഴിയാത്ത കളിയിൽ താനായിരുന്നു താരം. കാരണം എന്താ, രണ്ട് ക്യാരക്ടേഴ്സുണ്ട്, മെയിൽ ക്യാരക്ടറുണ്ട്, ഫീമെയിൽ ക്യാരക്ടേഴ്സുണ്ട്. പക്ഷേ നമുക്കറിയാം ട്രാൻസ്ജെൻഡർ, നമ്മൾ ഏതൊരു ഫീൽഡിൽ പോയാലും അവിടെ മെയിൽ ഓർ ഫീമെയിലിനെ നമ്മളോട് ചോദിക്കുള്ളൂ, അവിടെ ട്രാൻസ്ജെൻഡറിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് തന്നെ തോന്നുക ഞങ്ങളൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല, നമ്മളൊരു വേർതിരിവ് അവർക്കിടയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് അതിൻ്റേതായ ഒരു ഫീലിങ്ങും കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഐ വാസ് ദ മിസ്റ്ററി ഓഫ് ആൻ അനാറ്റമി. ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മീനിങ്, ആബ്സെൻസ് ഓഫ് ഫിക്സഡ് ജനറേഷൻ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ.
ആബ്സെൻസ് ഓഫ് ഫിക്സ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ. ഫിക്സ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ഇല്ല. അതാണ് അവിടെ ഐ വാസ് എ മിസ്റ്ററി ഓഫ് ആൻ അനാട്ടമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ബട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ അതിനുള്ളൊരു ആൻസറും കിട്ടിയിട്ടില്ല. ആ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, 12-ാം വയസ്സായപ്പോൾ ഓണ്ട് പറയാണ്, അദ്ദേഹം സ്കേർട്ട് ഇട്ടപ്പോൾ ഇങ്ങനെ ഇതിൽ കുറച്ച് വലുപ്പമുള്ള സ്കേർട്ട് ഇടണം, ഇതൊന്നും നടക്കില്ല, ഒരു ഫീമെയിൽ ആയിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിലുള്ള കുട്ടികൾ ലെസ്ബിയൻ എന്ന് വിളിക്കും. അദ്ദേഹം പറയാണ്, ഐ വാസ് മോർ ബോയ് ദാൻ ഗേൾ, മോർ കെൻ ദാൻ ബാർബി. കെൻ ബോയ് ഫ്രണ്ട് ഓഫ് ബാർബി. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിലാരും കൂടുതലായിട്ട് താനൊരു മെയിലായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് തോന്നി. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഐ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹൗസ്. അത് സ്പീക്കേഴ്സ് ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഹേറ്റിംഗ് മൈ ബോഡി. ഐ ജസ്റ്റ് ലവ് ഇറ്റ് ഇനഫ് ടു ലെറ്റ് ഇറ്റ് ഗോ. ഐ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹൗസ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ അതേപോലെ കുറേ പേഴ്സണാലിറ്റീസിനെ പറയുന്നുണ്ട്. മിയ ഹാൾ, ലീല അൽക്കോൺ, ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ. അവരൊക്കെ ഇത്തരത്തിലുള്ള ഓരോ പ്രോബ്ലംസ് നേരിട്ട് കണ്ട് ഇപ്പോൾ എക്സാമ്പിൾ സൂയിസൈഡ് ചെയ്തവരൊക്കെയാണ്. എക്സാമ്പിൾ മിയ ഹാൾ, ട്രാൻസ് വുമൺ ഷോട്ട് ഡെഡ് ബൈ പോലീസ് ഇൻ ബാൽറ്റിമോർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് നല്ലൊരു വേവലാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രോബ്ലംസൊക്കെ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യണോണ്ട് മൊക്കോബയും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിക്കുമോ അങ്ങനെയൊക്കെ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ അമ്മക്കുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ പറയുന്നുണ്ട് ബ്രൂസ് ജെന്നർ ഡീകത്ലറ്റ് ആണ്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് വളർന്ന് പല ഫീൽഡിൽ വർക്ക് ചെയ്ത ആളുകളാണ്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുക, നോ വൺ എവർ തിങ്സ് ഓഫ് അസ് ആസ് ഹ്യൂമൻ. ഒരാളും ഞങ്ങളൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല. നമ്മളിപ്പോൾ എവിടെ നിന്നെല്ലാം കണ്ടാലോ ട്രാൻസ്ജെൻഡർ, നമ്മൾ ഫീമെയിലായിട്ടും വരണില്ല മെയിലായിട്ടും വരുന്നില്ല. എക്സാമ്പിൾ പറയണേ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്തെങ്കിലും ഫിൽ ചെയ്യുമ്പോൾ അവിടെ എന്താ നമ്മളോട് ചോദിക്കുക, 2 കോളായിട്ട് മെയിൽ ഓർ ഫീമെയിൽ എന്നല്ല ചോദിക്കുക. അവിടെ ട്രാൻസ്ജെൻഡർ എന്നൊരിതില്ലല്ലോ. അപ്പോൾ അതിൽ പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പറയുന്നുണ്ട്, ബിക്കോസ് വി ആർ മോർ ഗോസ് ദാൻ ഫ്ലെഷ്, ബിക്കോസ് പീപ്പിൾ ഫിയർ ദാറ്റ് മൈ ജെൻഡർ എക്സ്പ്രഷൻ ഈസ് എ ട്രിക്ക്. അങ്ങനെ ഓരോ ലൈൻസിൽ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ള ലൈൻസിലൊക്കെ തന്നെ നമ്മുടെ സൊസൈറ്റി ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്ന നമ്മൾ അവരെ എങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള പലരും നമ്മളൊക്കെ അവരൊരു വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. അതേപോലെ ഐ വണ്ടർ ഹൗ ലോങ് ഇറ്റ് വിൽ ബി ബിഫോർ ദ ട്രാൻസ് സൂയിസൈഡ് നോട്ട്സ് സ്റ്റാർട്ട് ടു ഫീൽ റിഡൻഡൻറ്റ്. അതായത് ടെൻഡൻസി ഓഫ് സൂയിസൈഡ് എമംഗ് ട്രാൻസ്ജെൻഡേഴ്സ് ഷുഡ് ബി റിമൂവ്ഡ്. ആ ലൈൻ ഇമ്പോർട്ടൻറ്റ്. ബിഫോർ വി റിയലൈസ് ദാറ്റ് അവർ ബോഡീസ് ബിക്കം ലെസൺസ് അബൌട്ട് സിൻ വേ ബിഫോർ വി ലേൺ ഹൗ ടു ലവ് ദം. പിന്നെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മേ ബി ഐ ആം ഫൈനലി ഫിക്സഡ്, മേ ബി ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, മേ ബി ഗോഡ് ഫൈനലി ലിസൺ ടു മൈ പ്രേയേഴ്സ്. അദ്ദേഹം ഒരു മെയിലായിട്ട് സെലക്ട് ചെയ്യാണ് പിന്നീട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ ഈ ലോകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ പോയിറ്റിൽ ഒരു ചൈൽഡ് വളരുകയാണ്, ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് വളരുകയാണ്, അതായത് ലീ മൊക്കോബെ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടേതായിട്ടുള്ള ഒരു ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഇത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ നമ്മുടെ സൊസൈറ്റി അവരെ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം ആണുമല്ല പെണ്ണുമല്ല. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ സൊസൈറ്റി വേറൊരു കണ്ണുകൊണ്ട് കാണാണ്. അങ്ങനെ ലീ മൊക്കോബെ ദൈവത്തോട് പറയാണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. കാരണം ഈ ഒരു ഇതുകൊണ്ട് അദ്ദേഹം കുറേ ഡിഫിക്കൽട്ടീസും ചാലഞ്ചസും ഒക്കെ ഫേസ് ചെയ്യും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഹി ഡിസൈഡഡ് ടു ബി എ ബോയ് ആൻഡ് ലിവ്സ് ഹിസ് ലൈഫ് വിത്ത് കറേജ്. ഈ ഒരു പോയിറ്റിൻ്റെ മെയിൻ പാർട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ, ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ലിവ് സച്ച് എ ലൈഫ്.
അത്തരത്തിലൊരു കണ്ടീഷനിൽ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഉള്ള പ്രയാസങ്ങളാണ് ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. He stops asking God to heal him because he realizes that he is what he is. He states that God finally listened to his prayers and made him understand that he was perfectly created the way he is. ഇത്രയൊക്കെയാണ് ഈ പോയത്തിലുള്ളത്.